സിനിമയെന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ മനസ്സ് നിറയെ നർമ്മവും ജീവിതം നിറയെ ദുരിതവുമായി കഴിഞ്ഞുപോയ കാലങ്ങൾ. ഒന്നിനോടൊന്ന് ബന്ധമില്ലാത്ത പല മേഖലകളിൽ ആരംഭിച്ച് ഒരേ മട്ടിൽ പൊട്ടിത്തകർന്നുപോയ പല പല ബിസിനസ്സുകൾ. ചെറിയ വേഷങ്ങളിൽ തുടങ്ങി ഒരു പുത്തൻ ശൈലി തന്നെ സൃഷ്ടിച്ചെടുത്ത അഭിനയകാലം. തെരഞ്ഞെടുപ്പിൻ്റെ കൊടും ചൂടിനെപ്പോലും തമാശ കൊണ്ട് ആറ്റിത്തണുപ്പിച്ച് ലോക്സഭയിൽ വരെ എത്തിച്ചേർന്ന രാഷ്ട്രീയ ജീവിതം. ജീവിതത്തിൻ്റെ പല മേഖലകളിലൂടെ നർമ്മത്തിൻ്റെ ചിരിക്കാലം സമ്മാനിച്ച കലാകാരൻ മറ്റാരുമല്ല, മലയാള സിനിമയുടെ സ്വന്തം ഇന്നസെൻ്റ്. ഇന്നസെൻ്റായ കഥാപാത്രങ്ങളിലൂടെ ലോകമെങ്ങുമുള്ള മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അദ്ദേഹം ഇന്ന് ഓർമ്മയായിട്ട് 3 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഇരിങ്ങാലക്കുടയിലാണ് അദ്ദേഹം ജനിച്ചത്. 8ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷമുള്ള സാഹചര്യങ്ങളാണ് ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചതെന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1970-ൽ സംവിധായകൻ മോഹനാണ് ഇന്നസെൻറ്റിനെ സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയത്. ഒരു നിർമ്മാതാവായാണ് ഇന്നസെൻ്റ് സിനിമാ മേഖലയിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ അഭിനയമാണ് തൻ്റെ മേഖലയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 1972-ൽ പ്രേം നസീറിൻ്റെ നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ ജീവിതം ആരംഭിച്ചത്. ഹാസ്യവേഷങ്ങളും സ്വഭാവവേഷങ്ങളും ഉൾപ്പെടെ നിരവധി കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ നൽകി. സിനിമയിലെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ശരീരഭാഷയും ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ പല അഭിനയ രംഗങ്ങളും ഇപ്പോൾ മീം ഗ്രൂപ്പുകൾക്കിടയിലും ജനപ്രിയമാണ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ KPSC ലളിതയോടൊപ്പം അഭിനയിച്ച ഉണ്ണിത്താനും ഭാര്യ ഭാസുരയും എന്ന കോമ്പിനേഷൻ സീനുകൾ ഇപ്പോഴും TV-യിലും യൂട്യൂബിലും കാണുന്നത് എണ്ണമറ്റ ആളുകളാണ്. റാഞ്ചി റാവു സ്പീക്കിംഗ്, മാന്നാർ മത്തായി സ്പീക്കിംഗ്, ഗോഡ് ഫാദർ, അങ്ങനെ അനേകം എണ്ണമറ്റ കോമഡി കഥാപാത്രങ്ങൾ. വേഷത്തിലെ മമ്മൂട്ടിയുടെ അച്ഛനായി ഗൗരവമുള്ള വേഷങ്ങൾ. ദേവാസുരത്തിലെയും അതിൻ്റെ തുടർച്ചയായ രാവണപ്രഭുവിലെയും വാര്യർ, കേളിയിലെയും കാതോട് കാതോരത്തിലെയും നെഗറ്റീവ് വേഷങ്ങൾ. അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങൾ ഒക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തെ മലയാള സിനിമയിലെ ഒരു മികച്ച നടനാണെന്ന് തെളിയിച്ചത്. അങ്ങനെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു. സങ്കീർണമായ കഥാപാത്രങ്ങളെയും ഗ്രാമീണ വേഷങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് ഈ അസാധാരണ നടൻ മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താൻ കഴിയാത്തൊരിടം അവിടെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. 1981-ൽ വിട പറയും മുൻപേ എന്ന ചിത്രത്തിന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചു. ഇന്നസെൻ്റാണ് ഈ ചിത്രം നിർമ്മിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം നിർമ്മിച്ച ഓർമ്മയ്ക്കായി എന്ന ചിത്രം 1982-ൽ 2ാമത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ ശങ്കരൻകുട്ടി എന്ന കഥാപാത്രത്തിന് 1989-ൽ മികച്ച 2ാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 10ാം നിലയിലെ തീവണ്ടിയിലെ അഭിനയത്തിന് 2009-ൽ മികച്ച നടനുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡും ലഭിച്ചു. ഇന്നസെൻ്റ് എന്ന നടൻ ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് മായാത്ത ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. 2015-ൽ തൊണ്ടയിൽ ക്യാൻസർ സ്ഥിരീകരിച്ചതിന് ശേഷവും അദ്ദേഹം പോസിറ്റീവായി തന്നെ സംസാരിച്ചു. ആ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം പലതവണ സുഖം പ്രാപിച്ചു. ആ കാലത്തിൽ ക്യാൻസർ വാർഡിലെ ചിരി എന്നൊരു പുസ്തകവും അദ്ദേഹം എഴുതി. അത് മലയാളികൾക്കിടയിൽ പ്രചാരത്തിലായി. ഞാൻ ഇന്നസെൻ്റ്, ക്യാൻസർ വാർഡിലെ ചിരി, ഇരിഞ്ഞാലക്കുടയ്ക്കു ചുറ്റും, മഴക്കണ്ണാടി, ചിരിക്ക് പിന്നിൽ എന്നിങ്ങനെ 5 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. അതിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് ചുറ്റും എന്ന ഓർമ്മക്കുറിപ്പിന് 2020-ലെ നർമ്മത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2023 മാർച്ച് 26-ന് ആ പകരം വയ്ക്കാനാവാത്ത അതുല്യ പ്രതിഭ നമ്മെ വിട്ടുപിരിഞ്ഞു.